നിഖിൽ നിന്ന് ഡോക്ടർ നിഖിലിലേക്ക്. നിഖിൽ അവൻ്റെ പ്രിപ്പറേഷൻ, അവൻ്റെ ഒരു അംബീഷനിലേക്കുള്ള ഒരു ജേർണി ഈസ് വെരി ഡിഫറെൻറ്റ്. ആക്ച്വലി ഈസ് എ ഡിഫറെൻറ്റ് ചൈൽഡ് ആൻഡ് ഡിഫറെൻറ്റ് പേഴ്സൺ. ബിക്കോസ് ഓഫ് കോഴ്സ് നിഖിലിനെ സംബന്ധിച്ച് നിഖിലിനൊരു ടാർഗറ്റ് ഉണ്ട്, നിഖിലിനൊരു വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ഒരു അംബീഷനുണ്ട്. അതിന് ദർശന അക്കാദമിയോടൊപ്പം നിഖിൽ ചേർന്നു. നിഖിൽ എയിംസിലേക്കാണ് നിഖിൽ ആഗ്രഹിച്ചത്. എയിംസ് നിഖിലിനെത്തി. പക്ഷെ നിഖിൽ എന്തുകൊണ്ടാണ് എയിംസ് എന്ന് പറയുന്നതിൽ നിന്ന് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് പോയത് എന്നൊക്കെ നിഖിൽ നമ്മളോട് ഷെയർ ചെയ്യും. നിഖിലിൻ്റെ ഈ വിജയം എനിക്ക് ഏറ്റവും അഭിമാനവും അതോടൊപ്പം ദർശന അക്കാദമിക്ക് ഏറ്റവും സന്തോഷവും നിറഞ്ഞ ഒരു വിജയമാണ്. ഏറ്റവും സ്നേഹത്തോടെ നിഖിൽ എന്താണ് പറയാനുള്ളത്? മോൻ്റെ ഒരു വിജയം, നിഖിൽ മനോജിൽ നിന്ന് ഡോക്ടർ നിഖിൽ മനോജിലേക്കുള്ള യാത്ര എങ്ങനെയാണ് പറയാനുള്ളത്? ആദ്യം തന്നെ ദൈവത്തിനോടാണ് എനിക്ക് നന്ദി പറയാനുള്ളത്. ഇത്രയും വലിയൊരു ഭാഗ്യം എനിക്ക് കിട്ടിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതിന് എനിക്ക് ഏറ്റവും വലിയ സഹായമായത് ദർശന അക്കാദമി തന്നെയാണ്. ദർശന അക്കാദമി ഇല്ലെങ്കിൽ എനിക്കിത് ഒരിക്കലും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒന്നായിരുന്നില്ല. എയിംസിലെത്താൻ വേണ്ടി ആഗ്രഹിച്ചാണ് ഞാൻ എൻ്റെ ഒരു വർഷം റിപ്പീറ്റ് ചെയ്ത് പഠിച്ചത്. പക്ഷേ എക്സാം കഴിഞ്ഞപ്പോൾ എനിക്ക് എയിംസിലെത്താനുള്ള മാർഗ്ഗം ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിലും എനിക്ക് കേരളത്തിൽ തന്നെ പഠിക്കണം എന്ന് ഇപ്പോൾ ഒരു ആഗ്രഹം തോന്നുന്നതുകൊണ്ട് കേരളത്തിലെ ഏറ്റവും മികച്ച മെഡിക്കൽ കോളേജായ കോഴിക്കോടാണ് ഞാനിപ്പോൾ അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. മോനെ ലോങ് ടൈമിലുണ്ടായിരുന്നു അല്ലേ? ലോങ് ടൈമിൽ തീർച്ചയായിട്ടും മികച്ച വിജയമായിരുന്നു. 625 ആയിരുന്നു കഴിഞ്ഞ വർഷം ലോങ് ടൈമിലൂടെ ദർശന അക്കാദമിയിൽ നിന്ന് നിഖിൽ സ്വന്തമാക്കിയത്. അതിൽ നിന്ന് വീണ്ടും ഇപ്പോൾ കേരളത്തിൽ 5ാമനായി മാറിയിരിക്കുകയാണ് നിഖിൽ എന്താണ് പറയാനുള്ളത്? 10th ശേഷം ഞാൻ ദർശന അക്കാദമിയിൽ +1 +2 ലോങ് ടേം ബാച്ചിൽ ചേർന്നിരുന്നു. അപ്പോൾ ലോങ് ടേം ബാച്ചിൽ പഠിച്ചപ്പോൾ എനിക്ക് സ്കൂളിനോടൊപ്പം തന്നെ എൻട്രൻസും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള എല്ലാ ഹെൽപ്പും എനിക്ക് ദർശനയിൽ നിന്ന് കിട്ടിയിരുന്നു. അപ്പോൾ ഈ ലോങ് ടേം ബാച്ചിലുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സ്കൂളിൽ ഒരു ബോർഡ് എക്സാമിന് ഒരു മികച്ച വിജയം കരസ്ഥമാക്കാൻ സാധിച്ചു. സ്കൂൾ ടോപ്പറൊക്കെ ആകാൻ സാധിച്ചത് ലോങ് ടേമിൽ പഠിച്ചതുകൊണ്ട് മാത്രമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ നീറ്റ് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് 625 മാർക്കും നേടാൻ സാധിച്ചു. അതിനുശേഷം ഞാൻ ദർശന അക്കാദമിയിൽ ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാനായിട്ട് വന്നു. ഇവിടെ വന്നിട്ട് എനിക്ക് ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എനിക്ക് പഠിക്കാനുള്ള എല്ലാ എക്സ്പീരിയൻസും മാക്സിമത്തിൽ തന്നെ എനിക്ക് കിട്ടി. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും നമുക്ക് എന്തിന് നമ്മുടെ കൂടെ ഉണ്ട്, നമുക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും അന്ന് ഓരോ ചാപ്റ്റർ എടുക്കുന്ന അന്ന് തന്നെ നമുക്ക് ഒരു ഡൗട്ട് ക്ലിയറിങ് സെഷൻ ഉണ്ട്, ഒരു 45 മിനിറ്റ്സ് എല്ലാ ദിവസവും. അന്ന് തന്നെ നമുക്ക് അത് ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ വൈകിട്ട് ഹോസ്റ്റലിലോട്ട് പോകുന്നത്. അപ്പോൾ വൈകിട്ട് ഹോസ്റ്റലിൽ പോയിട്ട് നമുക്കൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. കാരണം നമുക്ക് ക്ലാസ് വെച്ച് തന്നെ അതെല്ലാം പഠിച്ച് തീർക്കാനുള്ള ടൈമും ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനുള്ള ടൈമും എല്ലാം നമുക്ക് ഇവിടെ തന്നെ ഉണ്ട്. അതുപോലെ ടീച്ചേഴ്സൊക്കെ നമുക്ക് എല്ലാ ഹെൽപ്പിനും ഉണ്ട്, പഠിക്കുന്ന കാര്യത്തിന് ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ടീച്ചേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും അവരോട് തുറന്ന് സംസാരിക്കാനും ഇവിടെ അവസരമുണ്ട്. ആദ്യമൊക്കെ എനിക്ക് ഇച്ചിരി അധികം ടെൻഷനുള്ള ഒരാളായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് അത് ഓവർകം ചെയ്യാൻ സാധിച്ചത് ദർശന അക്കാദമിയിലെ പലതരം എക്സാംസിലൂടെയാണ്. ഇവിടെ വീക്ക്ലി എക്സാം, മന്ത്ലി എക്സാം, പിന്നെ അതുപോലെ ദർശന ടെസ്റ്റ് സീരീസ് DTS എന്ന് പറയുന്ന ഒരു സീരീസ് ഓഫ് എക്സാംസ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പ് ഓഫ് ഡിഫിക്കൽട്ടി ലെവൽസിലുള്ള എക്സാംസ്, ഈസി ആയിട്ടുള്ള എക്സാംസ്, മീഡിയം ലെവൽ, ഡിഫിക്കൽട്ടായിട്ടുള്ള എക്സാംസ്, എല്ലാ ലെവൽ ഓഫ് എക്സാംസും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ വർഷത്തെ നീറ്റ് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു എക്സാം ആയിരുന്നു. പക്ഷേ എനിക്ക് എക്സാം സെൻറ്ററിൽ ടെൻഷനോ അങ്ങനെ ഒന്നും വന്നില്ല. കാരണം ഇവിടുത്തെ എല്ലാ ടൈപ്പ് ഓഫ് എക്സാംസും എഴുതിയിട്ടുള്ള എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് കേരളത്തിൽ 5th റാങ്ക് നേടാൻ സാധിച്ചത്. ദർശനയിലെ സ്റ്റഡി മെറ്റീരിയൽസ് വളരെയധികം ഹെൽപ്ഫുള്ളായിരുന്നു. കാരണം അതിൽ ഉറപ്പായിട്ടും ഭയങ്കര ഡിഫിക്കൽട്ടായിട്ടുള്ള ഒത്തിരി അധികം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഞാനൊക്കെ ആദ്യം വിചാരിച്ചിരുന്നു ഇത്രയും ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുന്നത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, അതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ചിന്തിച്ചു. പക്ഷേ നീറ്റ് എക്സാം എഴുതിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാരണം നീറ്റ് എക്സാമിന് ഉണ്ടായിരുന്ന വളരെ ഡിഫിക്കൽട്ടായിട്ട് ഉള്ള ചില ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ മെറ്റീരിയലിൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ ലൈബ്രറി ആണെങ്കിലും എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും ഉള്ള, എല്ലാ ടൈപ്പ് ഓഫ് ടോപ്പിക്സും ഉള്ള ബുക്സ് നമ്മുടെ ലൈബ്രറിയിൽ കംപ്ലീറ്റ് ആയിട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് ലൈബ്രറിയിൽ നമുക്ക് ഏത് സമയവും പോയി നമുക്ക് അവിടെ പോയി ബുക്സ് എടുക്കാനുള്ള ഒരു അവസരമുണ്ട്. അപ്പോൾ നമുക്ക് ലൈബ്രറി വളരെ എഫിഷ്യൻ്റ് യൂസ് ചെയ്യാൻ സാധിച്ചു. മോൻ ഹോസ്റ്റലിലേക്കൊക്കെ ആദ്യമായിട്ടല്ലേ നിന്നത്? വീട്ടിൽ ഒരു ഹോം സിക്ക് ആയിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. ആൻഡ് വാട്ട് അബൌട്ട് യുവർ എക്സ്പീരിയൻസ് ഹോസ്റ്റൽ, ദർശനയിലെ ഹോസ്റ്റലിനെ കുറിച്ച് മോൻ എന്താണ് പറയാനുള്ളത്? ദർശനയിൽ റിപ്പീറ്റിന് വരുമ്പോൾ എനിക്ക് ആദ്യം ഉണ്ടായിരുന്ന ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ നിൽക്കണം എന്നുള്ളതായിരുന്നു.
അപ്പോൾ ആ ഒരു പേടിയോട് കൂടി തന്നെയാണ് ഞാൻ ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ഇവിടുത്തെ ഹോസ്റ്റലിൽ ഒരാഴ്ച നിന്നതിന് ശേഷം എനിക്ക് തിരിച്ച് പോകാൻ വയ്യ എന്നുള്ള രീതിയിലായി മാറി. അത് വേറൊന്നും കൊണ്ടല്ല, ഇവിടെ നമുക്ക് നമ്മുടെ സ്വന്തം വീട് പോലെ തന്നെയാണ്. നമുക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും എല്ലാവരും നമുക്കിവിടെ ഉണ്ട്. നമ്മുടെ ഹോസ്റ്റൽ വാർഡൻ ആണെങ്കിൽ നമുക്ക് എല്ലാ ഹെൽപ്പിനും നമ്മുടെ കൂടെ ഉണ്ട്. അത് പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഏറ്റവും സ്റ്റഡിയസ് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഹോസ്റ്റലിലുള്ളത്. ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ വളരെ കൃത്യമായിട്ട് നമുക്ക് പഠിച്ച് പോകാനും ഡൗട്ട് ക്ലിയറിങ് ഉള്ള അവസരവും എല്ലാം ഹോസ്റ്റലിൽ തന്നെ ലഭ്യമാണ്. ഞാൻ ഡോക്ടർ ആവണം എന്നൊരു ആഗ്രഹത്തോടു കൂടിയാണ് ദർശന അക്കാദമിയിൽ എത്തിയത്. അത് എനിക്ക് സാധിച്ചു തന്നത് ദർശന അക്കാദമിയാണ്. അതിന് ഞാൻ ദർശന അക്കാദമിയോടും ദർശന അക്കാദമിയിലെ എല്ലാ സ്റ്റാഫുകളോടും എൻ്റെ മാതാപിതാക്കളോടും ദൈവത്തിനോടും നന്ദി പറയുന്നു. നിങ്ങൾക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് സ്ട്രോങ് ആണെങ്കിൽ അത് നേടാൻ ലോകം മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും എന്ന് തന്നെയാണ് പൗലോ കൊയ്ല പറഞ്ഞത് തന്നെയാണ് ഞാനിവിടെ ഓർക്കുക. നിഖിൽ എസ് മനോജ് തീർച്ചയായും എനിക്കൊരു മോട്ടിവേഷനാണ്, ദർശന അക്കാദമിക്ക് ഒരു മോട്ടിവേഷനാണ്, ഈ കാണുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരു മോട്ടിവേഷനാണ്. ബിക്കോസ് ഹീ ഈസ് ഓൾവേസ് സിസ്റ്റമാറ്റിക് ആയിട്ട് ഹാർഡ് വർക്കിംഗ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണ്. തീർച്ചയായും നിഖിലിൻ്റെ വിജയം ദർശന അക്കാദമിക്ക് വിജയത്തിളക്കമാണ്. കേരളത്തിൽ 5ാം റാങ്ക് വാങ്ങിച്ചുകൊണ്ട് ദർശന അക്കാദമിയുടെ ഒരു അഭിമാനമായി മാറിയിരിക്കുകയാണ് നിഖിൽ എസ് മനോജ്. വൺസ് അഗെയിൻ കൺഗ്രാറ്റുലേഷൻ ആൻഡ് താങ്ക് യു നിഖിൽ ഫോർ യുവർ വണ്ടർഫുൾ റിസൾട്ട്. താങ്ക് യു സോ മച്ച്.